നമസ്കാരം. കേരളത്തെ നടുക്കിയ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു വാർത്തയോട് കൂടി പറയാൻ സാധിക്കുന്നത്. തൃശ്ശൂർ മാളയിൽ പീഡനശ്രമം ചെറുത്ത 6 വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കിയേക്കും. കുട്ടിയുടെ മൃതദേഹം കുരിക്കാട്ടുശ്ശേരിയിലെ മരിയ തെരേസ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തൃശ്ശൂരിൽ മാളയെ നടുക്കിയ 6 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. UKG വിദ്യാർത്ഥിയായ എബിലിനെ അയൽവാസിയായ ജോജോ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത് പ്രകൃതിവിരുദ്ധ ബന്ധത്തെ എതിർത്തപ്പോരെന്ന് തൃശ്ശൂർ റൂറൽ SP കൃഷ്ണകുമാർ അറിയിച്ചു. ജോജോ കുട്ടിയെ പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. കുട്ടി എതിർത്തതോടെ വിവരം പുറത്തു പറയുമെന്ന് ഭയന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും SP പറഞ്ഞു. പീഡനശ്രമം അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കുട്ടിയെ കൊന്നതെന്ന് പ്രതി പറഞ്ഞെന്ന് SP B കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. കുട്ടിയുടെ വീടിൻ്റെ തൊട്ട് അയൽവാസിയാണ് പ്രതിയായ ജോജോ. ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു. ഈ അടുത്താണ് ജാമ്യത്തിൽ ഇറങ്ങിയതും. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന എബിലിനെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. എന്നാൽ പീഡനം ചെറുത്ത 6 വയസ്സുകാരൻ നിലവിളിക്കുകയും വിവരം അമ്മയെ അറിയിക്കുമെന്നും ജോജോയോട് പറഞ്ഞു. ഇതോടെയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളി. 3-ാം തവണ തള്ളിയിട്ടപ്പോഴാണ് കുട്ടി ചെളിയിൽ താഴ്ന്നത്. കൃത്യം നടത്തിയതിനു ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് പ്രതി മാറി നിന്നു. ശേഷം തിരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കൊപ്പം പിന്നീട് കൂടി. പ്രതിക്കൊപ്പം കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയതിനു ശേഷവും ഒരു കൂസലുമില്ലാതെ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. പോലീസുകാർ ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതിയായ ജോജോ ഇവിടെ വന്ന് ചൂണ്ടയിടാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ചാമ്പയ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നാണ് സൂചന. കുട്ടിയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് പ്രതിയായ ജോജോയുടെ വീട്. പ്രായത്തേക്കാൾ ശരീരവളർച്ചയുള്ള ആളാണ്. തിരയുമ്പോൾ പലതവണ അവനോട് കുട്ടിയെക്കുറിച്ച് ചോദിച്ചു. ഓടിപ്പോയെന്നാണ് പറഞ്ഞത്. കുളത്തിനടുത്തേക്ക് വന്ന് തിരയാൻ അനുവദിച്ചതേയില്ല. മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെയായിരുന്നു കൊണ്ടുപോയത്. ചെറിയ തോട്ടിലേക്കൊക്കെ കൊണ്ടുപോയി. പോലീസ് ചോദ്യം ചെയ്ത ശേഷമാണ് കുളത്തിലേക്ക് വീണതെന്ന് കണ്ടുവെന്ന് പ്രതി പറയുന്നത്. എല്ലാം ഉറപ്പിച്ച പോലെയായിരുന്നു. സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു കുറ്റബോധവുമില്ലാതെയാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. എന്തിനായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന കാര്യം ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞില്ല. മൊഴി ഇടയ്ക്കിടെ മാറ്റി പറയുക മാത്രമായിരുന്നു പ്രതി ചെയ്തത്. കുട്ടി കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യം പ്രതി പറഞ്ഞത്. പിന്നീട് കുട്ടിയുമായി തർക്കമുണ്ടായ കാര്യവും കുളത്തിലേക്ക് എടുത്തിട്ടതും എന്ന കാര്യവും പ്രതി സമ്മതിച്ചു. അപ്പോഴും എന്തിനായിരുന്നു തർക്കം എന്ന കാര്യത്തിലൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്നും പ്രതി സമ്മതിക്കുകയായിരുന്നു. വീടിന് സമീപത്തെ കുളത്തിലാണ് 6 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6 കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രാത്രി 9 മണിക്ക് കുളത്തിൽ നിന്ന് മൃതദേഹം കിട്ടിയത്. കാണാതാകുമ്പോൾ കുട്ടിക്കൊപ്പം പ്രതി ജോജോയും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊന്നതായി യുവാവ് മൊഴി നൽകിയതെന്നും റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. യുവാവിനൊപ്പം കുട്ടി ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. വീടിനടുത്തുള്ള പാടത്ത് വരെ കുട്ടി എത്തിയതായും സൂചന കിട്ടി. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ 20-കാരനായ യുവാവുമുണ്ടായിരുന്നുവെന്നും വാർഡംഗം സേതുമോൻ ചിറ്റേത്ത് പറഞ്ഞു. തുടക്കം മുതൽ ഇയാളുടെ നീക്കങ്ങൾ ദുരൂഹത തോന്നിയതോടെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യത്തെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നതായി പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.